ഹലോ ഗായ്സ്, നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു, ഞാൻ നോർമലി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസൊക്കെ ഇടുന്ന നിങ്ങൾ കാണുന്നതാണല്ലോ, റീൽസൊക്കെ. അപ്പോൾ ഞാൻ വെച്ചാൽ അതിൻ്റെ പ്രിപ്പറേഷൻസ്, അതിൻ്റെ ഷൂട്ട് കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് സിദ്ധാർത്ഥായിട്ടാണ് ഈ തവണത്തെ വീഡിയോ എടുക്കാൻ പോകുന്നത്. ലൈക്ക് ഇന്നല്ല എടുക്കുന്നത്, പക്ഷെ ഇന്ന് അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. നോർമലി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ എൻ്റെ ഒരു ഒപ്റ്റിക്കൽ വേൾഡ് കേശവദാസപുരം. അവിടെ നിന്നാണ് എനിക്ക് കണ്ണ് കാണില്ല. സോ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ദൂരെ ഉള്ളത് കാണാൻ പറ്റില്ല, ബ്ലറാണ്. സോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കണ്ണാടി ഇതാണ്. ഓക്കെ, ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഞാൻ ലെൻസ് വെക്കും, അല്ലാത്തപ്പോൾ ഇതുപോലെ കണ്ണാടി വെക്കും. അപ്പോൾ ഇപ്പം ഞാൻ വേറൊരു കണ്ണാടീൻ്റെ പുറത്ത് കയറുന്നത് പൊട്ടിച്ചു. സോ ഞാൻ അത് വേറൊരു പുതിയൊരു കണ്ണാടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വന്നു എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്, കേശവദാസപുരം. സോ നമുക്ക് ഫസ്റ്റ് കണ്ണാടി മേടിക്കാൻ പോകാം. ലെറ്റ്സ് ഗോ. ഞാൻ എൻ്റെ കണ്ണാടി എല്ലാം മേടിക്കുന്നത് കേശവദാസപുരത്തുള്ള ഒപ്റ്റിക്കൽ വേൾഡിൽ നിന്നാണ്. എനിക്ക് നമുക്ക് അവിടെ നിന്ന് മേടിച്ചാൽ സർവീസ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് അവിടെ നിർമ്മല ചേച്ചിയാണ് എല്ലാം എടുത്തു തരുന്നത്. ഞാൻ ഒപ്റ്റിക്കൽ വേൾഡ് ഫാനാണ്. ഗൈസ്, ഞാൻ എടുക്കാൻ പോകുന്നത് ചിത്ത മൂവിയിലെ സോങ് ഇല്ലേ, അടിയോ ഒരു പൊഴുതും, അതാണ് എടുക്കാൻ പോകുന്നത്. സോ അതിനിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ ഇതേ ഒരു അറ്റാറാണ്, ഓറഞ്ച് കുർത്ത ആൻഡ് പാൻറ്റ്. കിട്ടുമോ എന്നറിയില്ല. അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോകാം, നോക്കാം. ഞാൻ ഏകദേശം എൻ്റെ സ്കൂൾ തൊട്ട് ഇതുവരെ എൻ്റെ എല്ലാ ഉടുപ്പുകളും മേടിക്കുന്ന ഷോപ്പാണ് പട്ടത്തുള്ള ആംബിയൻസ് ലേഡീസ്. എന്താ പറയുക, അവിടെ 2 ബ്രദേഴ്സാണ് ഷോപ്പ് നടത്തുന്നത്, റമീ ചേട്ടൻ ആൻഡ് ഹിസ് ബ്രദർ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഇവിടുന്ന് ഓൾമോസ്റ്റ് എല്ലാ ഉടുപ്പും ഇവിടെ നിന്നാണ്. ഇവിടെ എല്ലാം മോഡേണും ഉണ്ട്, ട്രഡീഷണൽ വെയറും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എന്താവശ്യത്തിനും പെട്ടെന്ന് ഓടി വരുന്ന കടയാണിത്. ഏത് പാതിരാത്രിയും എനിക്ക് ഇവർ ഈ ഷോപ്പ് തുറന്ന് വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് കംഫർട്ടബിളുമാണ്. ഞാൻ ഡിസൈഡ് ചെയ്തു, ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ട്, അതിവിടെ തന്നെ ചെയ്ത് തരും. അങ്ങനെ ഞാൻ എൻ്റെ കുർത്തി മേടിച്ചു. അപ്പോൾ ഇനി നമുക്ക് പ്രാക്ടീസ് ഇന്നുണ്ടായിരുന്നു, പക്ഷേ ഇത് ക്യാൻസലായി. നാളെയാണ് ഞാൻ ഓൾറെഡി പഠിച്ച് വെച്ചിരുന്ന സംഭവമാണ്. സോ ഒന്നും കൂടെ ഒന്ന് പൊടി തട്ടി എടുക്കണം. നോർമലി ഞാനിങ്ങനെ ഇത്രയും പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടല്ല റീൽ എടുക്കാറ്, പക്ഷേ ഇത് ഞാൻ ഒരു ഡാൻസ് ആയതുകൊണ്ട് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സോ നാളെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇടാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളയാണിയിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. സോ ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു. ഞാനിപ്പോൾ പോകാൻ പോകുന്നത് ലുലു മോളിലേക്കാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അബ്രോഡ് പോവാണ്, USA. സോ അവന് എന്താ പറയുക, എന്തെങ്കിലും ഒരു ടോക്കൺ ഓഫ് ലവ് പോലെ എന്നെ അവിടെ ചെന്നാലും ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. മാരീഡാണ് അവൻ, വിശാഖ് ജിത്തിന, 2 പേരാണ്. സോ അവർക്ക് എന്തെങ്കിലും മേടിക്കാൻ ലെറ്റ്സ് ഗോ. സോ ലുലു മോളിൽ കിട്ടിയില്ലെങ്കിൽ എമോജി. എൻ്റെ മൈൻഡിൽ മിനീസോ അവിടെ നിന്ന് എന്തെങ്കിലും മറ്റേ ഫ്ലൈറ്റിൽ പോകുമ്പം ഹെഡ് റെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാമെന്നാണ്. സോ നമുക്ക് ലുലു പോവാം. ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കാണിക്കും. നമ്മളിത് മേടിച്ചാൽ ഉടനെ തന്നെ എവിടെയെങ്കിലും സേഫായിട്ട് ഇട്ടോളാം. കാരണം തിരിച്ച് വരുമ്പോൾ അത് കാണിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രശ്നം. ഞങ്ങൾ ഒരിക്കൽ സ്ലിപ്പ് കൊണ്ട് കളഞ്ഞിട്ട് സീനായിട്ട് കുറേ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ഇറങ്ങിയത്. ലുലുവിലല്ല, MOTയിൽ. സോ അതിന് ശേഷം ഞങ്ങൾ സ്ലിപ്പ് പോലും കളയാറില്ല. അതാ ഫുൾ റെഡാണ്, ഒരു സ്ഥലം പോലും ഇല്ല, മറ്റേ അവിടെ ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പുറത്ത് 4 ഉണ്ട്. ലെറ്റ്സ് ഗോ റൈറ്റ്. ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ശശി ആയില്ലെങ്കിൽ ബാക്കി പച്ച ലൈറ്റ് അവിടെ. സോ നേരെ കൊണ്ട് അങ്ങ് ഇടിച്ച് നിർത്താം. അടിയോ, എൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് നിങ്ങൾ കണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഞാനൊരു പ്രോ ഡ്രൈവറാണ്. താങ്ക് യു. അപ്പോൾ നമുക്ക് ലുലുവിലേക്ക് പോകാം. ഞാനിപ്പോൾ ബാഗേജിൽ വന്നിരിക്കുകയാണ്. സോ ഞാൻ വിചാരിച്ചു ജിതിനയ്ക്ക് ഇവിടെ നിന്നൊരു പേഴ്സ് വാങ്ങിക്കാം. കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ, ബട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് നല്ല ക്യൂട്ട് പേഴ്സാണ്. സോ ഇവിടെ കുറേ ഡിസ്കൗണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ബാഗേജിൽ വരണമെങ്കിൽ
ഇവിടെ വന്ന് പർച്ചേസും ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലെത്തി. അവന് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. പിന്നെ എൻ്റെ ഈ കണ്ണാടി ഉണ്ടോ, വെയിലത്ത് നിൽക്കുമ്പോൾ അത് കൂളിംഗ് എഫക്റ്റ് ആവും. നൈസ് അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യൂ. സോ യാ, ലെറ്റ്സ് ഗോ. അല്ല, നീ എന്തായാലും ഒന്നുമില്ല, കൊടുക്ക്. നീ പോവല്ലേ, അവിടെ ഞങ്ങളുടെ വക ചെറിയൊരു സമ്മാനം. നീ ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇടാനാണ് പോകുമ്പോൾ. ഫ്ലൈറ്റിൽ പോകുമ്പോൾ നിനക്ക് ഉറങ്ങണ്ടേ, അപ്പം ഇട്ടിട്ട് കിടന്നുറങ്ങും. പിന്നെ ജിതിനൊക്കെ ഒരു ചെറിയ ഇതാണുണ്ട്. ആദ്യം നീ ഇതിട് കാണട്ടെ. ഞാൻ നിനക്ക് സൈസാണോ? അവിടെ ചാരി ഇരുന്ന് നോക്ക്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇട്ടുറങ്ങാം, നീ ഉറങ്ങിക്കും. ഓക്കെ, നിനക്കിതുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമാണ് അത്, അതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ പ്രാക്ടീസിന് വന്നു. ഇതാണ് സിദ്ധാർത്ഥ്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മിസ്റ്റേക്ക് സ്റ്റെപ്സ് എന്നായിരിക്കും എല്ലാവർക്കും അറിയാവുന്നത്. സോ ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള പ്രാക്ടീസിലാണ് ഇന്ന്. നാളെ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. സോ ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ അടുത്ത ദിവസമായി ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി റെഡിയായി. സോറി, വീഡിയോയ്ക്ക് റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓ നോ, തിരിയത്തില്ല. ഓക്കെ, സോ ചുരിദാറാണ്. ഞാൻ ഇപ്പോൾ സമയം 7 മണി ആവാറായി. ഒരു 8 മണിക്ക് മുന്നെങ്കിലും വെള്ളയാണിയിലെത്തിയാലേ നല്ല ലൈറ്റിൽ കിട്ടുള്ളൂ. സോ നമുക്ക് അപ്പോൾ വെള്ളയാണിലോട്ട് പോവാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അടിയോരൊഴുതും. താഴെയാണ്, ബേസ്മെൻറ്റിലാണ് എൻ്റെ കാറ്. എന്താവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോ ഇതുപോലെ ഞാൻ എല്ലാ റീലെടുക്കുന്നതും രാവിലെ വെളുപ്പിനെ ഒരു 5 മണിയാകുമ്പോൾ എണീക്കും, റെഡിയാവും. ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങും. ഇന്നൊക്കെ ഞാൻ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് 6:45. നമ്മളപ്പോൾ വെള്ളയാണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ട് വെയിൽ വന്നിട്ടില്ല. ഷോക്കിയാണ്. എൻ്റെ വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ വീഡിയോഗ്രാഫറാണ് താമരയല്ല, വിശാഖ്. യെസ്, അപ്പോൾ വെള്ളയാണിയിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അങ്ങനെ ഞാൻ വെള്ളയാണിയിലെത്തി. നല്ല വെയിലുണ്ട്. ഓ നോ. സിദ്ധാർത്ഥിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. വൈശാഖേ, ഒരു ഹായ് പറയൂ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, നിങ്ങൾക്ക് കാണാം. അങ്ങനെ സിദ്ധാർത്ഥ് എത്തി ഗൈസ്. നമ്മൾ വീഡിയോ എടുക്കാൻ പോവാണ്. നല്ല വെയിലുണ്ട്, എന്താവെന്ന് അറിയില്ല. സിദ്ധു റെഡി അല്ലേ? എടുത്തു കഴിഞ്ഞിട്ട് പറയാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരുമിച്ച് വീഡിയോ എടുക്കാൻ പോകുന്നത്. സോ യാ, കാരണം ഞാൻ നേരത്തെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതാണ്. ലൈക്ക് സ്പോട്ട് എവിടെ നിന്ന് ചെയ്യണമെന്ന് തലേന്ന് ലൊക്കേഷൻ കണ്ടുപിടിക്കുക, അങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം നിൽക്കാനുള്ള സ്ഥലമുണ്ടോ. അങ്ങ് ദൂരെ ഒരു ഹട്ടുണ്ട്, അവിടെ നിൽക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിന്നെടുക്കും. ആഹാ, ഓക്കെ, ഈ ലൊക്കേഷനിൽ നിന്ന് എടുക്കാം എന്നാണ് ഒരു നിഗമനം. എടുക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടാവും. ഞാൻ എവിടെ ഷൂട്ടിന് പോയാലും ഒരു സേവ് ദ ഡേറ്റ് ഉണ്ടാകും. സോ നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിലെടുത്തു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ഒരു മരമുണ്ട്, അതിൻ്റെ അങ്ങോട്ട്. സോ അങ്ങോട്ട് പോവാം. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിക്കട്ടെ. ഇത് കണ്ടോ, ചത്തു കിടക്കുന്ന പാമ്പ്. മൈ ഗോഡ്, ഇതൊക്കെ കാണണമെങ്കിൽ രാവിലെ എണീറ്റ് ഷൂട്ടിന് വരണം, മനസ്സിലായോ? ഇപ്പോൾ ഒരുവിധം എടുത്തു. ഇനി 2 ഷോട്ടും കൂടെ എടുക്കാനുണ്ട്. അതെടുക്കാൻ പോവാണ്. എനിക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ BTS നിങ്ങൾക്ക് കാണിക്കാൻ ഓപ്ഷൻ ഇല്ല, കാരണം ഇവിടെ ഒരൊറ്റ വീഡിയോഗ്രാഫർ ഒരാൾ മാത്രമേ ഉള്ളൂ. ഹെൽപ്പിന് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. കുറേ താറാവുകളുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ വേറെ ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ്. 2-3 സ്ഥലത്ത് നോക്കി കിട്ടിയില്ല. സോ ഇങ്ങനെയാണ് എൻ്റെ റീൽ എടുക്കുന്നതിൻ്റെ കഷ്ടപ്പാട്. പല പല ലൊക്കേഷനും അതൊക്കെ നോക്കിയാണ് നമുക്ക് സെറ്റ് ആവുള്ളൂ. ലാസ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ കിട്ടുള്ളൂ. ഇത് അവിടെ കുറേ സേവ് ദ ഡേറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ഒരു പിങ്ക് സാരി, അവിടെ വേറൊരു കപ്പിളുണ്ട്. സേവ് ദ ഡേറ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ സക്സസ്ഫുള്ളി വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വീഡിയോ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോർമലി എങ്ങനെയാണ് ചെയ്യാറ് കാണാൻ പറ്റുന്നുണ്ടോ ലാപ്ടോപ്പിൽ? സാധാരണ ഞാൻ ഷൂട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോണിലേക്ക് അല്ലെങ്കിൽ ആപ്പിലോട്ട് എങ്ങനെയാ വെച്ചാൽ കോപ്പി ചെയ്തിട്ട് എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യാറ്. ഇതിപ്പോൾ സിദ്ധാർത്ഥ ഉള്ളതുകൊണ്ട് അവൻ എഡിറ്റ് ചെയ്യും. സോ എഡിറ്റ് ചെയ്തിട്ട് ആ ഫയലിലോട്ട് അറിയാം. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഓൾറെഡി വീഡിയോ ഇറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ മുന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അതാ നമുക്കിവിടെ ഒരു ഒട്ടകത്തിനെ കാണാം. ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. ഇവിടെ ഒരു കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഇവിടെ ഒരു ഹട്ട് പോലെയാണ്, നല്ല രസമുണ്ട്. സോ ഇത് ഫാമിലിക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ഫുഡ് വന്നു, സോറി നല്ല ചൂടുണ്ട്, കാണിച്ചു തരാം. പൊറോട്ട, മീൻകറി, കരിമീൻ വറുത്തത്, ഒരു രക്ഷയില്ല. പുഞ്ചിക്കിരിയാണിത്, പുഞ്ചിക്കിരി. ഓക്കെ, കപ്പ യം. എങ്ങനെയുണ്ട്? സൂപ്പർ സാധനം. അങ്ങനെ എൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. എല്ലാം അടിപൊളിയായിട്ട് നടന്നു. ഇനി എനിക്ക് എഡിറ്റ് ചെയ്ത് വീഡിയോ കണ്ടാലേ സമാധാനമാവുള്ളൂ. ഒരു 2 ദിവസത്തിന് ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി, പക്ഷെ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കറൻ്റ്ലി എഡിറ്റ് ചെയ്തിട്ടില്ല. സോ വീഡിയോ എഡിറ്റ് ചെയ്ത് കിട്ടാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ ഞാൻ എന്തെങ്കിലും അടുത്ത വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ BTS ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Till then, bye.